അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വെറുതെ കുറച്ച് സൊറ പറയാം എന്നാണ് വിചാരിക്കുന്നത്. എന്താണ് ഡയലോഗ് മുർത്തത് അല്ലേ? ഈ ഡയലോഗ് എന്നുള്ള വാക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് കേരളത്തിലെ മതമൗലികവാദ രംഗത്ത് ഏറ്റവും വൃത്തികെട്ട വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ മുജാഹിദിലെ ഒരുപാട് കഷ്ണങ്ങളായി മുറിഞ്ഞു പോയ മുജാഹിദിലെ വിസ്ഡം എന്ന് പേരുള്ള ആ പേരും ആ സാധനവും തമ്മിലുള്ള ബന്ധമൊക്കെ വലിയൊരു കോമഡിയാണ്. ആ മുജാഹിദ് വിഭാഗക്കാരാണ് ഇപ്പോൾ കേരളത്തിലുടനീളം നടന്നിട്ട് ഡയലോഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡയലോഗുകാർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് നമ്മളെയൊക്കെയാണ്. എന്നാൽ ഡയലോഗിന് വിളിച്ചാൽ, നേരിട്ട് ഡയലോഗിന് വിളിച്ചാൽ ഇവർ നല്ല പെരിച്ചാഴി മാളത്തിലേക്ക് പോകുന്നത് പോലെ മാളത്തിലേക്ക് ഒളിക്കും. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ മീറ്റിംഗ് നടത്തിയിട്ട് അവിടെ കയറി നിന്നിട്ട് ഭയങ്കര ഡയലോഗും ഭയങ്കര വെല്ലുവിളിയൊക്കെ നടത്തും. ഇപ്പോൾ ഇന്നലെ ഒരു വെല്ലുവിളി ലിയാക്കത്തിൻ്റെ ചാനലിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഞാനും ആ വെല്ലുവിളി കണ്ടിരുന്നു. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇനി ഏകദേശം ഈ പണി നിർത്താമെന്നാണ്. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ എത്രയോ ഇരട്ടി ഫലം കിട്ടുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് ഇവർ തന്നെ നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയും എം അക്ബറും TK അഷ്റഫും വിസ്ഡം മൂല്യന്മാരും ഒക്കെ നമ്മളുടെ പണി യഥാർത്ഥത്തിൽ ലഘൂകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താണ് ഇസ്ലാം എന്നാണ് ഇപ്പോൾ ഞാനും ലിയാക്കത്തലിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇസ്ലാം എന്ന് ഞങ്ങൾ പറയുന്നതിനേക്കാൾ ആധികാരികമായി അതിനേക്കാൾ തൊണ്ടയിടറിക്കൊണ്ട് വിളിച്ചു പറയുകയാണ് ഈ വിഭാഗം. അതുകൊണ്ട് എനിക്കൊക്കെ ഇനി എൻ്റെ പേരക്കുട്ടികളെ നോക്കി പെരിയിൽ കിടന്നുറങ്ങിയാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലിയാക്കത്തലിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ പണിയെടുക്കേണ്ട. നമ്മളെടുത്താൽ അതിനൊരു ആധികാരികതയില്ല. നമ്മളെടുത്താൽ ഇവർക്ക് നമ്മൾ നുണ പറയുകയാണെന്ന് പ്രചരിപ്പിക്കാം. പക്ഷേ നമ്മൾ പറയുന്ന അതേ കാര്യങ്ങൾ അതിനേക്കാളും ഭംഗിയായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏറ്റവും അവസാനം വന്ന വെല്ലുവിളി, അതിനെക്കുറിച്ച് ലിയാക്കത്ത് പറയുന്നതിനോട് ഞാനായിട്ട് കടക്കുന്നില്ല. ഇവർ ഇപ്പോൾ എം അക്ബർ ഏകദേശം കച്ചവടം പൂട്ടി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷേ കച്ചവടം പൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പരിഹസിച്ച് കഴിഞ്ഞപ്പോൾ പൂട്ടിയിട്ടൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ വീണ്ടും പോയിട്ട് പഴയ സ്നേഹസംവാദം എന്ന കലാപരിപാടിയൊക്കെ നടത്തുന്നത് കണ്ടു. തിരുവനന്തപുരത്ത് അടുത്തല്ല ഒരു 5-8 മാസം മുമ്പ് നടന്ന ഒരു സ്നേഹസംവാദം പരിപാടിയിൽ ടൈറ്റിൽ കൊടുത്തിരുന്നത് ഇസ്ലാം അജയ്യം അന്യൂനം എന്നായിരുന്നു. അതിൽ എം അക്ബറിൻ്റെ ചോദ്യോത്തര സെഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. വേറെ ചില അവതരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവതരണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ 60 കൊല്ലം പഴക്കമുള്ള ആക്രി സാധനങ്ങൾ, നമ്മളൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറുപടി പറഞ്ഞ് പോയ കാര്യങ്ങൾ. അക്ബറിൻ്റെ ചോദ്യോത്തരത്തിൽ ആദ്യം വന്നത് ഒരു ചോദ്യം, ഇസ്ലാം അജയ്യം അന്യൂനം എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഉൾപ്പെടെ ലോകമെമ്പാടുള്ള ഈ ഇസ്ലാം 900 കഷ്ണങ്ങളായി വേറിട്ട് പരസ്പരം തെരുവിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അന്യൂനവും അജയ്യവുമായ ഒരു സാധനം ഇങ്ങനെ ആയത് എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യം കഴിഞ്ഞ് ചോദ്യത്തിന് എം അക്ബർ പറഞ്ഞ മറുപടി, ഇസ്ലാം നിങ്ങൾ വിചാരിച്ചതിനേക്കാളും മയ്യത്തായിക്കണമെന്നാണ്. നിങ്ങളിപ്പോൾ ഇത് കുറേ കഷ്ണങ്ങളായി തല്ലുന്നു എന്നല്ലേ പറയുന്നത്. പക്ഷേ ഇസ്ലാം വട്ടപൂജ്യമായി മാറിയിട്ടുണ്ടെന്നും അത് മയ്യത്തായി മാറിയിട്ടുണ്ടെന്നുമാണ് എം അക്ബർ മറുപടി പറഞ്ഞത്. ചോദ്യകർത്താവ് മുഹമ്മദ് നബി ഉണ്ടാക്കിയ ഇസ്ലാമിനെ കുറിച്ചാണ് ചോദിച്ചത്. എം അക്ബർ അതിന് മുമ്പുള്ള ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ആദം നബി മുതൽ 1,00,000-ൽ പരം പ്രവാചകന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് വായിച്ച് ലോകത്ത് എല്ലായിടത്തും പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. ആ ഇസ്ലാം ആകെക്കൂടി പഠിപ്പിച്ചത് അള്ളാഹു എന്ന ദൈവത്തിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ്. യഥാർത്ഥ മതം ഇസ്ലാമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ന ദൈവം ആദ്യത്തെ മനുഷ്യനായ ആദം നബി മുതൽ ഒടുക്കത്തെ പ്രവാചകനായ മുഹമ്മദ് നബി വരെ 1,24,000 പ്രവാചകന്മാരെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് അയച്ചിട്ട് ഇത് പഠിപ്പിച്ചു.
പക്ഷെ അതൊക്കെ ചെയ്ത്താൻ വന്ന് കേടുവരുത്തി. എത്രത്തോളം കേടുവരുത്തി എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന പേരോ ഇസ്ലാം എന്ന മതത്തിൻ്റെ പേരോ പോലും ലോകത്ത് എവിടെയും അവശേഷിക്കാത്ത വിധത്തിൽ ഈ 1,24,000 പ്രവാചകന്മാരും പഠിപ്പിച്ച ഇസ്ലാം സമ്പൂർണമായിട്ടും വട്ടപൂജ്യമായി പരാജയപ്പെട്ടു എന്നാണ് എം എം അക്ബർ മറുപടിയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞത്. എന്നാൽ ഇസ്ലാം ആദം നബി മുതൽ 1,24,000 പ്രവാചകന്മാർ കൊണ്ടുവന്ന ഇസ്ലാം സമ്പൂർണമായി മയ്യത്തായി പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇസ്ലാമിൻ്റെ കാര്യമാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ അതും ചെയ്ത്താൻ കേടുവരുത്തിക്കണം. ചെയ്ത്താൻ കേടുവരുത്തിയതുകൊണ്ടാണ് ആ ഇസ്ലാം ഇപ്പം ഇങ്ങനെ പല കഷ്ണങ്ങളായിട്ട് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിട്ട് ചോദ്യകർത്താവ് ചോദിക്കാത്ത ഒരു കാര്യമാണ് അവസാനം മറുപടിയായിട്ട് പറഞ്ഞത്. ചോദ്യകർത്താവ് ഇതിനെന്താ പരിഹാരം എന്ന് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് അജയ്യം അന്യൂനം എന്ന് പറയുന്നൊരു സാധനം ഇങ്ങനെ ആയിപ്പോയി എന്ന ചോദ്യമാണ്. അതിന് അജയ്യവും അന്യൂനവും ആണ് ഇസ്ലാം. അതുകൊണ്ട് അത് അങ്ങനെ നിലനിർത്തണമെങ്കിൽ നമ്മൾ ഖുർആനിലേക്കും ഹദീസിലേക്കും അതിൻ്റെ ആദ്യകാലത്തെ വ്യാഖ്യാനങ്ങളിലേക്കും മടങ്ങിപ്പോകണം എന്നായിരുന്നു മറുപടി. പക്ഷേ മുഹമ്മദ് നബി ഉണ്ടാക്കിയ ഇസ്ലാം ഇങ്ങനെ കേടുവരാൻ കാരണം എന്താണ്? ഖുർആനും ഹദീസുമാണ്. ഖുർആനിൽ ഉള്ള വൈരുദ്ധ്യങ്ങൾ, ഹദീസിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഖുർആനും ഹദീസും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഇത് കാരണം, ഇതിൻ്റെ അവ്യക്തത കാരണം ഖുർആനും ഹദീസും വെച്ചിട്ട് തർക്കിക്കുന്ന കാര്യത്തിലാണ് ഈ 900 ഗ്രൂപ്പുകൾ ഉണ്ടായത്. എം എം അക്ബർ ഞാനുമായിട്ട് 4 കൊല്ലം മുമ്പ് നടന്ന സംവാദത്തിന് ശേഷം അക്ബർ പറഞ്ഞത് കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ യോജിച്ചു എന്നാണ്. അത് പറഞ്ഞതിൻ്റെ പിറ്റേന്ന് അവരുടെ മുജാഹിദ് പ്രസ്ഥാനം പിന്നെ 4 കഷ്ണം കൂടെ കൂടി. ഇപ്പോൾ ഏറ്റവും അവസാനം പിളർന്ന മുജാഹിദിൻ്റെ 2 കഷ്ണങ്ങളാണ് വിസ്ഡം മുജാഹിദും മർക്കസുദേവ മുജാഹിദും. തമ്മിലുള്ള തർക്കം എന്താണെന്നറിയോ? നമുക്ക് ഈച്ചൻ്റെ ഹദീസ് മാണ്ട, ആര്? മർക്കസുദേവ. നമുക്ക് കൂടോത്രം ചെയ്ത ഹദീസ് മാണ്ട, മർക്കസുദേവ. നമുക്ക് ഖുർആനിൽ ആ വ്യാഖ്യാനം വേണ്ട, ഈ വ്യാഖ്യാനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രമാണങ്ങളെ തള്ളിക്കൊണ്ടാണ് മർക്കസുദേവക്കാർ മാറിയിട്ട് പോയത്. അപ്പോൾ മറ്റവർ പറയുന്നത് നമ്മൾ കാലത്തിനനുസരിച്ചും യുക്തിക്കനുസരിച്ചും മാനവികതക്കനുസരിച്ചൊന്നും ഇസ്ലാമിനെ നോക്കിക്കാണണ്ട, അതിനെ അന്നത്തെ കിതാബിലുള്ള എന്താണോ അത് കണ്ണും പൂട്ടി വിശ്വസിച്ചാൽ മതി, നമുക്ക് ഈച്ചയും വേണം, കൂടോത്രം വേണം, എല്ലാം വേണം എന്ന് പറയുന്ന കൂട്ടരാണ് ഇവർ. അപ്പോൾ ഖുർആൻ്റെ പേരിലും ഹദീസിൻ്റെ പേരിലും, ഖുർആനും ഹദീസും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുടെ പേരിലുമാണ് ഇസ്ലാം ചിന്ന ഭിന്നമായി പോയത്. അതുകൊണ്ട് നമ്മൾ ഖുർആനിലേക്കും ഹദീസിലേക്കും പോകണം. ഇസ്ലാം അന്യൂനമാണ്, അജയ്യമാണ്, സമ്പൂർണ്ണമായി മയ്യത്തായി പോയിക്കണം. ഇതായിരുന്നു അക്ബറിൻ്റെ മറുപടി. അത് കഴിഞ്ഞ് ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ 8 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. എം എം അക്ബർ ഇസ്ലാമിൻ്റെ അന്ത്യകൂദാശ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട്. ആ വീഡിയോ 1,00,000-ലധികം ആൾക്കാർ കണ്ടിട്ടുണ്ട്. നിങ്ങളീ പലരും കണ്ടിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ് നമ്മളെ ഈ പറയുന്ന കൂട്ടരുണ്ടല്ലോ, നമ്മളെ വിസ്ഡം, ഇവർ അവിടെ ഇവിടെയൊക്കെ ഡയലോഗ് എന്ന് പറഞ്ഞ പരിപാടി നടത്തുന്നു. ആ ഡയലോഗിൽ ഏറ്റവും അവസാനം അവർ നടത്തിയ ഒരു ഡയലോഗ് നാദാപുരത്ത്, കോഴിക്കോട് ജില്ലയിൽ നടത്തിയൊരു ഡയലോഗിൽ ടൈറ്റിൽ കൊടുത്തിരുന്നത് ഇസ്ലാം യുക്തിയുടെ മതം. ഇസ്ലാം യുക്തിയുടെ മതം എന്ന് പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുത്തിട്ടാണ് യുക്തിവാദികളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ഈ പരിപാടി നടത്തിയത്. അതിലേക്ക് ആളെ ക്ഷണിച്ചുകൊണ്ട് ആദ്യം വീഡിയോ ഇട്ടത് നമ്മളെ TK അഷ്റഫാണ്, ഇതിൻ്റെ ജനറൽ സെക്രട്ടറി. അങ്ങേരെ വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞത് ഇസ്ലാം യുക്തിയുടെ മതം എന്നല്ല, യുക്തിക്ക് പരിമിതിയുണ്ട്, അതുകൊണ്ട് മനുഷ്യൻ്റെ യുക്തി കൊണ്ട് ഇസ്ലാമിനെ പരിശോധിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വരിയും നമുക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. എന്നിട്ട് ആ സെമിനാറിൽ ഈ ടൈറ്റിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സമീർ മദീനി എന്ന് പറയുന്ന ഒരു മുജാഹിദ് പണ്ഡിതൻ ഒരു 25 മിനിറ്റ് പ്രസംഗം നടത്തി. ആ 25 മിനിറ്റ് പ്രസംഗത്തിൽ അങ്ങേര് 25-ലേറെ മണ്ടത്തരങ്ങൾ പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട മണ്ടത്തരങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് ഞാൻ അതിന് 10ഓളം വീഡിയോകളിൽ മറുപടി പറഞ്ഞു. ഓരോ സെൻറ്റൻസിന് ഓരോ വീഡിയോ വെച്ച് മറുപടി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ 25 മിനിറ്റ് പ്രഭാഷണത്തിന് എൻ്റെ ഒരു 6-7 മണിക്കൂർ നീണ്ട മറുപടികൾ എൻ്റെ ചാനലിൽ ഞാൻ പബ്ലിഷ് ചെയ്തു. ഇന്ന് വരെ ഒരു വിസ്ഡം മുജാഹിദുകാരനോ അവരുടെ കുട്ടി ദേവക്കാരോ ആരും തന്നെ എം എം അക്ബറിന് അന്ന് ഞാൻ പറഞ്ഞ മറുപടിയെക്കുറിച്ചോ ഇവരിവിടെ നടത്തിയ പരിപാടിക്ക് പറഞ്ഞ മറുപടിയെക്കുറിച്ചോ ഒരക്ഷരം എവിടെയും മിണ്ടിയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴും വെല്ലുവിളി നടക്കുന്നുണ്ട്.
അവസാനത്തെ വെല്ലുവിളിയായിരുന്നു നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയുടെ വെല്ലുവിളി. അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ലിയാഖത്ത് പറയും. എല്ലാവർക്കും നമസ്കാരം. മുജാഹിദ് ബാലുശ്ശേരിയുടെ വെല്ലുവിളിക്ക് ഇന്നലെ ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഡയലോഗുകളുടെ അനുഭവത്തിൽ നിന്ന് മുജാഹിദ് ബാലുശ്ശേരിക്ക് അമളി മനസ്സിലായതുകൊണ്ടാണോന്നറിയില്ല, ഒറ്റ വായിലൊരൊറ്റ വെല്ലുവിളിയാണ്. അത് കഴിഞ്ഞിട്ട് പറയാം, ഞാൻ ഇനി ഒരു അരമണിക്കൂർ ഇവിടെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഖുർആനിൽ നിന്ന് വർഗീയത പറയുന്ന ഒരു വാക്ക് അയാളെ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് മട്ടന്നൂർ കൊണ്ടേ കൊടുക്കണം. അപ്പോൾ അതെവിടെയാണ് പ്രസംഗിക്കുന്നത്? ഇവരുടെ പരിപാടിയിൽ. വെല്ലുവിളി സ്റ്റേജിൻ്റെ മുകളിൽ, അരമണിക്കൂറിന് മുമ്പ് സാധനം അവിടെ എത്തിക്കണം. എന്നിട്ട് ഈ വീഡിയോ നമ്മൾ കാണുന്നത് പിന്നെ 4-5 ദിവസം കഴിഞ്ഞിട്ട് യൂട്യൂബിൽ. ഈ ജാതി വെല്ലുവിളിയാണ്. അപ്പോൾ ഖുർആനിലുള്ള വെല്ലുവിളി, അല്ലെങ്കിൽ ഇങ്ങനെ വെല്ലുവിളിച്ചാൽ പുറത്തോട്ട് പോയാൽ അപകടമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അരമണിക്കൂറിന് മുമ്പിൽ ഇപ്പം തന്നെ സ്റ്റേജിന്മേ എന്നൊക്കെ പറയുന്നത്. ഖുർആൻ വർഗീയമാണോ, അല്ലെങ്കിൽ ഖുർആനിൽ വർഗീയമായിട്ടുള്ള ആയത്തുകളുണ്ടോ എന്ന് പൊതുവായിട്ടുള്ള ഒരു വെല്ലുവിളിയാണെങ്കിൽ ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. പണ്ട് ജബ്ബാർ മാഷിനെ കഴുത്തിൽ കയറിട്ട് കുരുക്കി നിങ്ങളൊന്ന് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിച്ച മഹാനാണ് മുജാഹിദ് ബാലുശ്ശേരി. മുജാഹിദ് ബാലുശ്ശേരിനോട് നമ്മൾ ചോദിക്കുന്നത് അങ്ങനത്തെ വർത്താനമൊന്നുമില്ല. നിങ്ങൾ മാനമര്യാദയായിട്ട് സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ ഒന്നല്ല, ഒരു 9 എണ്ണം ഞാൻ അപ്പെടുത്ത് കൈ തരാം, 90 എണ്ണം വേണമെങ്കിൽ തരാം. പക്ഷേ ഒരു സംവാദത്തിൽ അതിന് നമുക്ക് സമയം ഉണ്ടാവില്ല. 9 എണ്ണം റെഡി മണി വന്ന് കയറിയാൽ ആദ്യത്തെ 10 മിനിറ്റ് തരാം എന്ന് മാത്രമല്ല, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഖുർആൻ എന്ന് പറയുന്ന ആശയം, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയം തന്നെ വർഗീയതയിൽ ഉരുത്തിരിഞ്ഞ്, വർഗീയതയിൽ വികസിച്ച്, വർഗീയത കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു വർഗീയ പ്രത്യയശാസ്ത്രമാണ്. ഇനി അതിൽ നിന്ന് വേറെ വർഗീയത തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ തമാശയാണ്. എന്തായാലും നമുക്ക് ചെയ്യാം. പിന്നെ ഡയലോഗ്, ഈ പേര് മാഷാണ് ശരിക്കും നിർദ്ദേശിച്ചത്. വാസ്തവത്തിൽ ഇസ്ലാം മത വിമർശകർ മറുപടി പറയുമ്പോൾ അവരുടെ മറുപടികൾക്ക് അവരോട് നേരിട്ട് മറുപടി പറയാൻ കഴിയാതെ ഉത്തരം മുട്ടി നിൽക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവരുടെ അനുയായികളുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഡയലോഗ്, ഞങ്ങൾ മറുപടിയൊക്കെ പറയുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡയലോഗ് 1 എന്ന് പറഞ്ഞ പരിപാടി ഇറങ്ങി. അതിൽ ഏകദേശം 12ഓളം വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്തു എന്നാണ്. അതിൽ എന്നെ ഏറ്റവും ഹഠാത് ആകർഷിച്ചത് അവരുടെ ഏറ്റവും വലിയ ഇൻ്റലക്ച്വലായിട്ടുള്ള ഫൈസൽ മൗലവി മുഹമ്മദ് നബിയുടെ കല്യാണങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ അതിൻ്റെ മുനയൊടിക്കുന്നു എന്ന് പറഞ്ഞാണ് സംഗതി ചെയ്തത്. വാസ്തവത്തിൽ മുഹമ്മദ് നബിയുടെ ആത്മാഭിമാനത്തിൻ്റെ പിച്ചി ചീന്തലാണ് അവിടെ നടന്നത്. മുഹമ്മദ് നബിയെ എങ്ങനെയൊക്കെ അവഹേളിക്കാൻ ഏതൊക്കെ ആയത്തും ഖുർആനും ഹദീസും ഉണ്ടോ അതിൻ്റെയൊക്കെ റെഫറൻസ് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണിച്ചിട്ടാണ് ആ വിമർശനം. ആ വിമർശനത്തിന് അന്ന് ഒരു 3-4 എണ്ണത്തിന് ഞാൻ ഈ പറഞ്ഞ മാതിരി റിയാക്ട് ചെയ്തു. ഇതുവരെ ഒരു മറുപടിയില്ല. അപ്പോൾ അവരുടെ ഡയലോഗുകൾ എന്ന് പറയുന്നത് ഇവരുടെ പരിപാടി, അവരുടെ ആൾക്കാർ പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ എന്താ നമ്മൾ പറയേണ്ടതെന്നുള്ള തരത്തിലുള്ള ചോദ്യം, പിന്നെ അവരുടെ ഏകപക്ഷീയമായിട്ടുള്ള മറുപടി. അതിനിടയിൽ ആ ഡയലോഗിൻ്റെ ഒരാവേശത്തിലാണ് മുർത്തദ്ദുകളുടെ വർത്തമാനം എന്ന് പറഞ്ഞിട്ട്, മതം വിട്ടവരുടെ വർത്തമാനം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്ത്, അതിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ എണ്ണിയപ്പം ഏകദേശം ഒരു 25-30 മിനിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 60 നുണ ഞാൻ ലിസ്റ്റ് ചെയ്തു. അതിനൊക്കെ മറുപടി കൊടുത്തു. അതിലാണ് പിന്നെ അടിമത്തം എന്നൊരു വിഷയം പ്രത്യേകമായിട്ട് ഉരുത്തിരിഞ്ഞു വരികയും അതൊരു സംവാദത്തിൻ്റെ വക്കിലേക്ക് എത്തുകയും അവിടെയാണ് വളരെ വിഖ്യാതമായ അബ്ദുള്ള ബാസിലിൻ്റെ ഒരു വെല്ലുവിളിയുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ സംവാദത്തിന് വാന്നാ പറഞ്ഞത്, സംവാദത്തിന് വരുമോ എന്നുള്ള റിക്വസ്റ്റ് എന്നല്ല പറഞ്ഞത്. നാട്ടിലുണ്ടെങ്കിൽ പറഞ്ഞ കാര്യത്തിന് ഉറപ്പുണ്ടെങ്കിൽ സംവാദത്തിന് വാന്നാ പറഞ്ഞത്. ആ വീഡിയോ കേട്ടിട്ടില്ല നിങ്ങളൊക്കെ? അന്ന് ആ വീഡിയോ കേട്ടിട്ട് അപ്പാണ് കയറിയതാണ് ആ സ്റ്റുഡിയോൻ്റെ ഉള്ളിലേക്ക്. മലപ്പുറത്ത് എന്താണ് ഒരു സ്ഥലം ഉണ്ടല്ലോ ഇവരുടെ, പുളിക്കല സ്റ്റുഡിയോനകത്ത്. അപ്പം തന്നെ ടി കെ അഷ്റഫ്, ഇനി എങ്ങാനും കുട്ടികൾ അബദ്ധത്തിൽ സംവാദത്തിനെങ്ങാനും പോയി ചാടിയാലോ എന്ന് വിചാരിച്ച് അപ്പം തന്നെ ടി കെ അഷ്റഫ് വിസ്ഡത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണേ, കയ്യിൽ നിന്ന് പോയാൽ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഈ കുട്ടികൾ അവിവേകമൊന്നും കാണിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പുള്ളി അപ്പം തന്നെ ഫത്വ ഇറക്കി. ഇങ്ങനെ മതവിമർശകരുടെ അവരുമായിട്ട് സംവാദത്തിന് പോയാൽ 2 മണിക്കൂർ നമ്മൾ സംസാരിച്ചാൽ 2 മണിക്കൂർ അവരും സംസാരിക്കും. അങ്ങനെ അവർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ വിശ്വാസികൾ മുഴുവൻ കേൾക്കും. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ
10 ആളെ ഇങ്ങോട്ട് ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ നടക്കണം നമ്മൾ. അതിന് പകരം ഒരാൾ ഈമാൻ തെറ്റി അങ്ങോട്ട് പോയാൽ അതായിരിക്കും വലിയ പ്രശ്നം. അതുകൊണ്ട് അങ്ങനെ ബേസ് ഇല്ലാത്ത ആൾക്കാരൊന്നും ഇത്തരം സംവാദങ്ങൾക്ക് പോകരുത് എന്ന് തിട്ടൂരമിറക്കി അന്ന് ഇരുന്നതാണ് ബാസിൽ സ്റ്റുഡിയോനകത്ത്. പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ ബാസിലിനെ കാണുന്നത് ഇതേപോലെ. പിന്നെ നമ്മളും പുറകെ കൂടണ്ടെന്ന് വിചാരിച്ച് നമ്മളും വിട്ടു. സ്റ്റേജിൻ്റെ മുകളിലേക്ക് ഇസ്ലാമിക വിമർശനം നേരിടാൻ വേണ്ടി ഖുർആൻ ഉയർത്തിപ്പിടിച്ച് ഇവിടെ വന്ന് സംവദിക്കാൻ എന്നാണോ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രതിനിധികൾക്ക് ആർജവം ഉണ്ടാകുന്നത് അതുവരെ നമ്മൾ ബാസിലിനെ വെറുതെ വിടാം എന്ന് വിചാരിച്ചു. അപ്പം ബാസിലിന് സന്തോഷമായി. ഇപ്പം നമ്മളാരും വെല്ലുവിളിക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ ലാസ്റ്റ് കോഴിക്കോട് ബീച്ചിൽ മുസ്ലിം കുട്ടികൾ തന്നെ ചില ചോദ്യം ചോദിക്കുകയും അത് മൈക്ക് പിടിച്ചു വാങ്ങുകയും ഉന്തും തള്ളിൻ്റെ അവിടത്തേക്ക് എത്തുകയും അവസാനം ചോദ്യം ചോദിച്ച വിശ്വാസിനെ നിരീശ്വരവാദികൾക്ക് എന്താ പറയാനുള്ളത് എന്ന് വിശ്വാസിയോട് ചോദിക്കാം. സംശയത്തിൻ്റെ പേരിൽ ചോദ്യം ചോദിക്കാൻ വന്ന ആളോട് നിരീശ്വരവാദികൾക്ക് എന്താ ഈ കാര്യത്തിൽ പറയാനുള്ളതെന്ന് തിരിച്ചു ചോദ്യം കൊണ്ട് എങ്ങനെയാണ് ഇവർ ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നത് എന്നറിയാൻ വളരെ കൗതുകമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അത്തരം ചോദ്യോത്തരങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യത്തിലുള്ള വ്യക്തത അത് ആവശ്യമുള്ളവർക്ക് ചോദിക്കാം. ആ അർത്ഥത്തിലാണ് ഡയലോഗ്. എന്താണ് ശരിക്കും ഡയലോഗ്? നമ്മളെ ഡയലോഗ് നമ്മൾ ആദ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇസ്ലാമിക വിഷയത്തിൽ ഏറ്റവും അവസാനം മുജാഹിദ് ബാലുശ്ശേരി ഉയർത്തിയ വെല്ലുവിളി ഉൾപ്പെടെ ഇസ്ലാമിക വിഷയത്തിൽ പരസ്യമായ സംവാദത്തിന് പൊതുവേദിയിൽ നമ്മൾ തയ്യാറാണ് എന്നുള്ളതാണ് നമ്മളുടെ ഡയലോഗ് പ്രഖ്യാപനം. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, മാഷോട് ചോദിക്കാനുള്ള ചോദിക്കാം, പൊതുവായിട്ട് ചോദിക്കാം എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. വിശ്വാസികളുടെ പക്ഷത്ത് നിന്ന് ചോദ്യം ചോദിക്കുന്നവർക്ക് പ്രത്യേക ഒരു പ്രിഫറൻസ് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം, എൻ്റെ പേര് നന്ദകുമാർ എന്നാണ്. എൻ്റെ സംശയം, യുക്തിവാദം ആത്യന്തികമായും അനിവാര്യമായും നിരീശ്വരവാദത്തിലേക്ക് എത്തിച്ചേരുമോ എന്നാണ്. യുക്തിവാദം എന്ന് പറയുന്നത് ഒരു സമീപന രീതിയാണ്. ശാസ്ത്രം അറിവ് നേടാൻ ഉപയോഗിക്കുന്ന രീതിശാസ്ത്രത്തെ ജീവിതത്തിൽ സമഗ്രമായി പ്രയോഗിക്കുന്ന ഒരു ജീവിത സമീപന രീതിയാണ് യുക്തിവാദം എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, നമ്മുടെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. ഒരാൾ ഏത് കാലഘട്ടത്തിൽ, ഏത് സമൂഹത്തിൽ, ഏത് നാട്ടിൽ, ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു, ആ സാഹചര്യത്തിനനുസരിച്ച് അയാൾക്ക് ഏറ്റവും യുക്തിസഹമായ നിലപാടുകൾ ഓരോ വിഷയത്തിലും എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് മുൻവിധികളില്ലാതെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ ശീലങ്ങളുടെയോ ഡോഗ്മകളുടെയോ അടിസ്ഥാനത്തിലല്ലാതെ സ്വതന്ത്രമായി ശാസ്ത്രത്തിൻ്റെ രീതിയിൽ ചിന്തിച്ച് സ്വന്തമായി നിലപാട് എടുത്ത് ജീവിതം പരമാവധി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് യുക്തിവാദത്തിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറയുന്നത്. അങ്ങനെ തത്വചിന്താപരമായി നമ്മളുടെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഒരു യുക്തിവാദി സ്വാഭാവികമായും എത്തിച്ചേരുന്ന ഒരു നിഗമനം മാത്രമാണ് നിരീശ്വരത്വം എന്ന് പറയുന്നത്. നിരീശ്വരത്വം ഒരു ഓപ്ഷൻ മാത്രമാണ്. ഇപ്പം ഞങ്ങളൊക്കെ മതവിമർശനത്തിലാണ് പ്രാധാന്യം നൽകുന്നത്. മതവിമർശനം എന്നതിന് പ്രധാന ലക്ഷ്യം നിരീശ്വരത്വം പ്രചരിപ്പിക്കുക എന്നതല്ല. കാരണം ഒരാൾ ഈശ്വരവിശ്വാസിയായി എന്നത് അത്ര ഭീകരമായി എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. എത്രത്തോളം ഒരാളുടെ ഈശ്വരവിശ്വാസം സമൂഹത്തിൻ്റെയോ മറ്റു വ്യക്തികളുടെയോ ജീവിതത്തെ പ്രതികൂലമായി ഒരു തരത്തിലും ബാധിക്കുന്നില്ല, അത് അയാളുടെ ഒരു വിശ്വാസം മാത്രമായി, അയാൾക്കൊരാശ്വാസം മാത്രമായി അയാളുടെ മനസ്സിൽ നിലകൊള്ളുന്ന ഒരു കേവല വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസത്തെ മാന്തി പൊളിക്കാൻ നമ്മൾ കാര്യമായി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇന്നതിന് കൃത്യമായൊരു നിർവചനമില്ല, കൃത്യമായൊരു വിശദീകരണമില്ല. പലർക്കും പല ഈശ്വരന്മാരാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഈശ്വരന്മാരുണ്ട്. ഞാൻ വളരെ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിന് ഒരു ആത്മചൈതന്യം കാണുന്നു, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഭൗതിക വസ്തുക്കൾക്ക് ചില ചൈതന്യം കാണപ്പെടുന്നു, ആ ചൈതന്യത്തിൻ്റെ ആകത്തുകയാണ് ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ് നിർവചിക്കുന്ന ആളുകളുണ്ട്.
ഈ പ്രപഞ്ചത്തിന് ഒരു ചൈതന്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ശാഠ്യം പിടിക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ നമുക്കില്ല. നമ്മളൊക്കെ ആ ചൈതന്യത്തിൻ്റെ ഭാഗമാണ്. അതാണ് ഈശ്വരനെങ്കിൽ ആ ഈശ്വരനെ നമ്മൾ എതിർക്കേണ്ട കാര്യമല്ല. സ്നേഹമാണ് ഈശ്വരൻ എന്ന് നിർവചിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ ദൈവത്തെ സ്നേഹമാക്കി അവതരിപ്പിക്കുന്നവരുണ്ട്. സ്നേഹമാണ് ഈശ്വരനെങ്കിൽ നമ്മളൊക്കെ ആ ഈശ്വരനെ തേടി അലയുന്നവരും ആ ഈശ്വരനെ ഉപാസിക്കുന്നവരും ആ ഈശ്വരൻ തന്നെയും ആവാൻ ആഗ്രഹിക്കുന്നവരുമാണ്. സ്നേഹത്തെ നമ്മളെന്തിനെ നിഷേധിക്കണം? അങ്ങനെ സത്യമാണ് ഈശ്വരൻ എന്ന് പറയുന്നുണ്ട്. നമ്മൾ സത്യത്തെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യം. അപ്പോൾ പിന്നെ നമ്മൾ ഈശ്വരനെ നമ്മൾ ഇവിടുത്തെ പ്രശ്നമേ ഇല്ലല്ലോ. എന്നാൽ നമ്മൾ എതിർക്കുന്ന ഈശ്വരൻ അതല്ല. എതിർക്കുന്ന ഈശ്വരൻ നേരത്തെ കാരശ്ശേരി മാഷ് ഇവിടെ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി തട്ടമിട്ടിട്ട് ആ തട്ടത്തിൻ്റെ പുറത്തു കൂടെ 2 മുടി പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ അവളെ പിടിച്ചുകൊണ്ടേ ജയിലിലിടുകയോ തല്ലിക്കൊല്ലുകയോ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന ദൈവങ്ങളുണ്ട് ഇവിടെ. ഒരു പെൺകുട്ടിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ആർത്തവമുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയിരിക്കുന്ന ദൈവങ്ങളുണ്ട് ഇവിടെ. ആർത്തവം നിൽക്കാത്ത പെണ്ണ് ഏതെങ്കിലും അമ്പലത്തിൽ പോകുന്നുണ്ടോ എന്ന് നോക്കാനിരിക്കുന്ന ദൈവങ്ങളുണ്ട് ഇവിടെ. ഭാര്യമാരെ തല്ലണം എന്ന് വെളിപാടിറക്കുന്ന ദൈവങ്ങളുണ്ട് ഇവിടെ. തല്ലി അനുസരിപ്പിക്കണം എന്ന് പറയുന്ന ദൈവങ്ങളുണ്ട് ഇവിടെ. പെണ്ണുങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളുടെ സാക്ഷ്യത്തിന് പകുതി മൂല്യം കൊടുത്താൽ മതി എന്ന് പറയുന്ന ദൈവങ്ങളുണ്ട്. പെണ്ണുങ്ങൾക്ക് അനന്തരാവകാശം അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിൽ അവകാശം ആണിന് കൊടുക്കുന്ന പകുതി കൊടുത്താൽ മതി എന്നൊക്കെ നിർദ്ദേശിക്കുന്ന ദൈവങ്ങളുണ്ട് ഇവിടെ. ഒരു മതമുണ്ടാക്കിയിട്ട് ആ മതത്തിൽ വിശ്വസിക്കാത്തവരെ മുഴുവൻ വെറുക്കണമെന്നും എല്ലാവരെയും ആ മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ വാളെടുത്ത് യുദ്ധം ചെയ്യണമെന്നൊക്കെ പറയുന്ന ദൈവങ്ങളുണ്ട് ഇവിടെ. ആ ജാതി ദൈവങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. ഈശ്വരവിശ്വാസം എന്ന് വെറുതെ അങ്ങ് പറഞ്ഞിട്ട് അതിനെ എതിർക്കുന്നവരാണ് യുക്തിവാദികൾ എന്ന ഭാഷ്യം യുക്തിവാദികളെ പ്രതിരോധിക്കാൻ യുക്തിസഹമായ ന്യായങ്ങളില്ലാത്ത മതമൗലികവാദികൾ ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുബോധമാണ്. ഞങ്ങളാരും അങ്ങനെ വെറുതെ ഈശ്വരനില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നവരല്ല. വിശ്വനാഥൻ ഡോക്ടർ ഇവിടെ അതിൻ്റെ ചരിത്രം പറഞ്ഞു. നമ്മളൊക്കെ നാരായണ ഗുരു തുടങ്ങി വെച്ച് സഹോദരൻ അയ്യപ്പനെ ഏറ്റെടുത്ത് അവിടെ നിന്നിട്ട് ഒരുപാട് മനുഷ്യസ്നേഹികളായ മഹാരഥന്മാർ ഈ സമൂഹത്തിലെ മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ തുടർച്ച ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നവരാണ് നമ്മളൊക്കെ. ആ പ്രസ്ഥാനം മനുഷ്യനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, മനുഷ്യർക്കെതിരായി നടക്കുന്ന അനീതികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവം മതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എതിർക്കാൻ വരുമ്പോൾ കൊണ്ടുപോടാ നിൻ്റെ ദൈവത്തെ എന്ന് നമ്മൾ പറയും. അവിടെ മാത്രമേ നമ്മൾ ദൈവത്തെ എതിർക്കുന്നുള്ളൂ. ദൈവം എവിടെയൊക്കെ മനുഷ്യന് വിരുദ്ധമായി, മാനവികതയ്ക്ക് വിരുദ്ധമായി, മനുഷ്യത്വത്തിന് വിരുദ്ധമായി, നന്മയ്ക്കും നീതിക്കും വിരുദ്ധമായി പല്ലിളിച്ചു നിൽക്കുന്നുവോ അവിടെയൊക്കെ നമ്മൾ ദൈവത്തെ പറ്റുന്ന പല്ലും നഖവും ഉപയോഗിച്ച് നമ്മുടെ കയ്യിലുള്ള ജനാധിപത്യത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് എതിർക്കും അത്തരം ദൈവങ്ങളെ. അതല്ലാതെ മനുഷ്യർക്ക് ദ്രോഹമൊന്നും ചെയ്യില്ല, മനുഷ്യർക്ക് ആശ്വാസം മാത്രം നൽകുന്ന നിരുപദ്രവകരമായ ഒരു വിശ്വാസം മാത്രമാണ് ഈശ്വരവിശ്വാസമെങ്കിൽ ആ ഈശ്വരവിശ്വാസത്തെ മാന്തിപ്പൊളിക്കൽ ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല. അതായത് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ദൈവവിശ്വാസം ഇപ്പോൾ ഒരു എസ്പെഷ്യലി ഇപ്പോൾ ഏത് ദൈവമാണെങ്കിലും മനുഷ്യന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ആകാം. അതായത് ഞാനൊരു യുക്തിവാദം എന്നുള്ള ദൈവത്തിനെതിരാണോന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ദൈവം നമുക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നന്മയാണ് കൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമെന്നുള്ളൊരു മൊത്തത്തിൽ പറഞ്ഞു വെച്ചു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഈ ചോദ്യം രണ്ടുപേരോടാണ്. കാര്യം എസ്പെഷ്യലി ഈ ഇസ്ലാമിക വിമർശനങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് ഈ മിസ്റ്റർ ലിയാഖത്ത് അലി അതേപോലെ തന്നെ ജബ്ബാർ മാഷ് എന്നാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വേറെ ചോദ്യം എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നു മതം എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇസ്ലാമിൻ്റെ രൂപം തന്നെ പിടിച്ചടക്കലുകളാണ്, വെട്ടിപ്പിടിക്കലുകളാണ്, വാളുകൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ഒരു സാങ്കേതിക ആ ഒരു വിഷയം പറയുന്നു. പക്ഷെ ഇന്ന് നിലവിൽ ഈ കേരളീയ സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു മെത്തഡോളജി, അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഇവിടെയുള്ള സാധാരണക്കാരായ
മുസ്ലിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്കൊരു വാദം ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കില്ല. കാരണം ഇവിടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വെട്ടിപ്പിടിക്കണമെന്നോ ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കണമെന്നോ എന്ന് വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീവ്രവാദം നിലപാട് നിങ്ങൾ സാധാരണ മുസ്ലിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? അതാണ് എൻ്റെ ചോദ്യം. ഒന്ന് മാഷ് ഇവിടെ പറഞ്ഞത് നന്മ മാത്രം മീൻസ് നമ്മൾ ആ ദൈവവിശ്വാസത്തിലാണെന്നല്ല. ദൈവവിശ്വാസം എതിർക്കപ്പെടുന്നത് അത് ആ മനുഷ്യനെയും ആ മനുഷ്യൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെയും ആ ദൈവം പറഞ്ഞു എന്നതിൻ്റെ പേരിലോ ആ ദൈവത്തിന് വേണ്ടി എന്ന പേരിലോ ബാധിക്കുമ്പോൾ മാത്രമാണ്. അതല്ലാത്ത കാലത്തോളം ദൈവവിശ്വാസം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു ചിന്ത മാത്രമാണ്. അയാൾക്ക് ഈ അയാൾ ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ അയാൾക്ക് തോന്നുന്ന തോന്നലുകൾ മാത്രമാണ്. ആ തോന്നലുകൾക്ക് നമ്മൾ ആരെയും പഴിക്കേണ്ടതോ, നമുക്കിപ്പോൾ ഓരോ ദിവസം എന്തൊക്കെ തോന്നലുണ്ടാവും, ആ തോന്നലുകളല്ലല്ലോ നമ്മൾ. അപ്പോൾ അതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ അങ്ങനെ ഒരു ശക്തി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളല്ല. കാരണം എനിക്കങ്ങനെ ഒരു ബോധ്യമില്ല. ആ കാര്യത്തിലുള്ള എൻ്റെ കാഴ്ചപ്പാട് ഞാൻ കുറച്ചുകൂടിയും ക്ലിയറായിട്ട് വിശ്വാസികളോട് പറയാറുണ്ട്. ദൈവവിശ്വാസികളോട് ഞാൻ പറയാറുള്ള ഒരു നിലപാട്, ഇൻ കേസ് ഒരു ദൈവമുണ്ട് എങ്കിൽ ആ ദൈവത്തെ അന്വേഷിക്കലാണ് ഏറ്റവും വലിയ ദൈവനിന്ദ. കാരണം അങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ബോധ്യപ്പെടുന്നില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ്, നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ദൈവത്തെ എന്നാണ് പല ആൾക്കാരും പറയാം. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, നമ്മൾക്ക് ഒരിക്കലും ബോധ്യപ്പെടാൻ കഴിയാത്ത ഒരു വസ്തു ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കൽ, ഇൻ കേസ് അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ തീരുമാനമാണല്ലോ എന്നെ അന്വേഷിക്കേണ്ട, എന്നെ ഇവൻ അറിയണ്ട എന്നുള്ളത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അന്വേഷിച്ച് നടക്കലാണ് ഏറ്റവും വലിയ ദൈവനിന്ദ എന്നാണ് എൻ്റെ ആ കാര്യത്തിലുള്ള കാഴ്ചപ്പാട്. ഇതിനെ വ്യത്യസ്തമായ രീതിയിൽ ആളുകൾക്ക് വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് എപ്പോഴും ദൈവമുണ്ടോ ഇല്ലേ, പ്രപഞ്ചത്തിൻ്റെ പിന്നിലെ ശക്തിമാനുണ്ടോ ഇല്ലേ, ആരാണ്, ഇതൊക്കെ കേവലമായ മനുഷ്യൻ്റെ ചിന്തകളാണ്. എത്ര വലിയ നിരീശ്വരവാദം പറയുന്നവൻ്റെ മനസ്സിലും വല്ലപ്പോഴൊക്കെ ആയിട്ട് കയറി ഇറങ്ങിപ്പോകുന്ന ചിന്തകളും ഊഹങ്ങളും ആലോചനകളും മാത്രമാണ് ദൈവവിശ്വാസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് മതരൂപം പൂണ്ട്, സംഘടിത രൂപം പൂണ്ട്, ആ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ നിയമങ്ങളുണ്ടാക്കി, ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരോടുള്ള നിലപാടുകൾ പ്രഖ്യാപിച്ച് മനുഷ്യരോടുള്ള ഇടപെടലുകളും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും നിയമങ്ങളും കെട്ടിപ്പടുത്ത് അത് ആ ജനതയെയും മറ്റുള്ളവരെയും ബാധിക്കുന്ന അവസ്ഥയിലെത്തുമ്പോൾ അതിൻ്റെ സ്വഭാവവും രൂപവും മാറും. അത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമായിട്ട് മാറും. ആ ദൈവം അപകടകാരിയാണ്, അതിനെ എതിർക്കുക നമ്മുടെ ബാധ്യതയാണ്. അപ്പോൾ ആ ദൈവം ഉണ്ടോ ഇല്ലേ, ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇല്ലാത്ത ദൈവത്തിനെയാണോ നിങ്ങൾ എതിർക്കുന്നത് എന്ന് ചോദിക്കും. ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്രസക്തമാണ്. ഇപ്പോൾ മുഹമ്മദ് നബി യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. നല്ല ആൾ, അപ്രസക്തമാണ്. ആൾ ജീവിച്ചിരുന്നോ ഇല്ലയോ, അങ്ങനെ ഒരു കഥാപാത്രം മാത്രമാണ്, സങ്കല്പമാണെന്ന് സിദ്ധാന്തമുള്ള ആൾക്കാരുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആ പേരുകൾ പറഞ്ഞ് അതിൻ്റെ പേരിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട മതങ്ങളുണ്ട്, നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, ചിന്താപദ്ധതികളുണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നേരത്തെ മാഷ് പറഞ്ഞതുപോലെ മനുഷ്യനെ ബാധിക്കുന്നുണ്ടോ, മനുഷ്യനെ എങ്ങനെയാണത് ബാധിക്കുന്നത്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. ഇനി ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക്, ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ ലോകത്താകമാനം ഇസ്ലാം പ്രചരിപ്പിക്കണം എന്ന്, ലോകത്ത് ഇസ്ലാം മതമായിട്ട് എല്ലാവരും അംഗീകരിക്കുന്നത് വരെ യുദ്ധം ചെയ്യണമെന്ന് വിചാരിക്കുന്ന മുസ്ലിങ്ങളാണോ കേരളത്തിലുള്ള എല്ലാവരും എന്ന്? അങ്ങനെ ഒരു അഭിപ്രായം നമുക്കില്ല. അതേ സമയത്ത് ലോകമാകലം ഇസ്ലാമിൻ്റെ കീഴിൽ വരണമെന്നും മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ നിർബന്ധിതമായ ബാധ്യതയായിട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കൽ ബാധ്യതയാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അത് തിരിച്ചറിയുകയും അതിനുവേണ്ടി കാപട്യം കാണിച്ചുകൊണ്ട് ഇസ്ലാം സമാധാനമാണെന്ന് നുണ പറഞ്ഞുകൊണ്ട് എന്നാൽ ഉള്ളിൽ ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ കേരളത്തിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു സംഘടന തന്നെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഇവിടുത്തെ മുജാഹിദ് വിഭാഗം, ഇവിടുത്തെ ജമാഅത്ത്, ഇപ്പോൾ ഏറ്റവും സുന്ദരമായി ജനാധിപത്യം പറയുന്ന ആൾക്കാരാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ, അദ്ദേഹത്തിൻ്റെ ആശയം തന്നെ അധികാരം സ്ഥാപിച്ചതിന് ശേഷം അവിടെ മതം സ്ഥാപിക്കാം എന്നുള്ളതാണ്. മറ്റുള്ളവർ തൗഹീദും ഇസ്ലാഹിയത്തും കഴിഞ്ഞ്
ഈ 2 നിബന്ധനകൾ പൂർത്തീകരിച്ച് ജിഹാദിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ മൗദൂദി ആ ആശയത്തിൽ നിന്ന് ഉൾക്കൊണ്ടുവന്ന് പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വാൾ ഉപയോഗിച്ച് അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇസ്ലാഹിയത്തും തൗഹീദൊക്കെ എളുപ്പം നടക്കും എന്നുള്ളതാണ് സിദ്ധാന്തം. അതുകൊണ്ട് ആ സിദ്ധാന്തം ഖുർആനിലുണ്ട്, അത് ഇസ്ലാമികമാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ അതിലെ ഭൂരിപക്ഷ ആൾക്കാരും ഇങ്ങനെയൊക്കെ ഖുർആനിലുണ്ടോ എന്ന് അത്ഭുതം കൂറുന്നവരാണ്. അവർക്ക് ഇതിനകത്ത് എന്താ ഉള്ളതെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളെ മുൻനിർത്തി ഇസ്ലാമികവൽക്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളെ അതിൻ്റെ അപകടം പറഞ്ഞ് എതിർക്കുകയും അങ്ങനെ ആ അപകടം മുസ്ലിങ്ങളെ ബാധിക്കാതിരിക്കാൻ അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നതും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ആകെ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ചെന്നിട്ട്, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ചെന്നിട്ട് നമുക്കിത് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. താലിബാൻ വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിടത്ത് പോയിട്ട് ഇസ്ലാം വാളിൻ്റെ മതമാണ്, അധികാരം പിടിച്ചാൽ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഈ ബോധം സമൂഹത്തിലുണ്ടാവുക, പ്രത്യേകിച്ച് ഇതിൻ്റെ ആളുകളാക്കിയിട്ട് മാറ്റാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന തൗഹീദ്, എന്താണ് ജിഹാദ്, എന്താണ് ഖുർആൻ, അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് പറയൽ നമ്മുടെ ബാധ്യതയാണ്.